ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഈ യൂണിറ്റിൽ നിന്നൊക്കെ മേക്സി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ്. ഇപ്പം ബോഡിയൊക്കെ ഞാൻ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച്, ബോഡി സെറ്റ് ചെയ്യണത് മാത്രമല്ല ഇത് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയുള്ള ഒരു ഐഡിയ ആണ്. അപ്പം ഞാനിത് താഴ്ഭാഗത്തെ പീസ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണുണ്ട. പ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയൊരു സൂചിയ അല്ലെങ്കിൽ ഇർക്കിലി സ്ലൈഡ വെച്ചിട്ടാണ് ഇങ്ങനെ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ ബോഡിയിൽ പിടിപ്പിക്കുമ്പോൾ. എന്നിട്ട് ഫ്രണ്ട് ബോഡി എടുത്തിട്ട് അപ്പോൾ ആ പ്ലീറ്റ് ഇട്ട പീസ് ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ, ഇതിൽ നിന്ന് വെട്ടി മാറ്റാറില്ല, വെട്ടാതെ തന്നെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ബോഡി എടുത്തിട്ട് വേറൊരു പ്ലീറ്റിലേക്ക് വെച്ച് കൊടുക്കണേന്. അപ്പം നൂല് വെട്ടാതെ തന്നെ തയ്ച്ചെടുക്കുന്ന ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത്. അപ്പോൾ വെക്കാൻ കഴിയുകയും ചെയ്യും, മുഷിച്ചിലും ഉണ്ടാവുകയില്ല, തയ്ക്കണ സമയത്ത് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഇത് വേണ്ട. എന്നിട്ട് പിന്നെ മറ്റേ പീസ് വെട്ടി എടുത്തിട്ടില്ല കേട്ടോ, എന്നിട്ട് ബാക്ക് പീസ് എടുത്തിട്ട് അടുത്ത പ്ലീറ്റുള്ള പീസിലേക്ക് വെച്ച് കൊടുക്കണേന്ന്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്. എന്നിട്ട് പിന്നെ ഈ പീസ് ആദ്യത്തെ പീസ് തന്നെ വെട്ടാതെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു തയ്യൽ കൊടുക്കും. വേണ്ട, ഇതേപോലെ വെട്ടാതെ എന്ന് ഉദ്ദേശിച്ചത് നൂല് വെട്ടിയെടുക്കോട്ടാ, അല്ലെങ്കിൽ തുണി ആകെ ഇങ്ങനെ കൺഫ്യൂഷനായി പോകും നമുക്ക് മേക്സിൻ്റെ തയ്യൽ എവിടെ നിന്നാണ് തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഇത് കണ്ട മുകൾ ഭാഗത്ത് ഒരു തയ്യൽ കൊടുക്കും. ഫ്രണ്ട് പീസിൽ മുകൾ ഭാഗത്തെ തയ്യലാണ്ടത്. എന്നിട്ട് അവിടെ ഒരു ബോ വെച്ച് കൊടുക്കാനുണ്ട്. ബോയൊക്കെ ആദ്യമേ തന്നെ ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലും നമുക്ക് കൺഫ്യൂഷന്. ഇതേപോലെ ഇങ്ങനെ വെട്ടാതെ തന്നെ മിഷീത്തിൽ നിന്നും വെട്ടാതെ തന്നെ തുണി എടുക്കാതെ തന്നെ തയ്ച്ചും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിയും ഈ പരിപാടി. ഇത് വേണ്ട, ഇനിയിപ്പോൾ നൂല് വെട്ടിക്കൊടുക്കൂല, അടുത്ത പീസ് വെക്കും. അടുത്ത പീസ് എന്ന് വെച്ചാൽ ബാക്കിലെ പീസ് പ്ലീറ്റ് ഇട്ടില്ല, അതിൻ്റെ മുകൾ ഭാഗത്തൊരു തയ്യൽ കൊടുക്കലാണ്. ഇത് മേക്സി മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ തയ്ക്കലാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ അത് മിഷീത്തിൽ നിന്നും തുണി എടുക്കാതെ വേണം, അതായത് ഇങ്ങനെ ബാക്കിൽ 1 by 1 ആയിട്ട് വേണം തയ്ച്ച് കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബോറടിക്കൂല, തയ്ക്കണയിൽ വെക്കാൻ കഴിയുകയും ചെയ്യും. ഇനി കൈ സെൻറ്ററിൽ നിന്ന് വേണം കൂട്ടിയെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ പീസ് ബോഡി പീസ് ഇതേപോലെ റൗണ്ട് ചെയ്ത് വെട്ടിയേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ കൈ കുത്തി നിർത്തി അടിച്ചു കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മാക്സി ഇവിടെ തയ്ച്ചു തന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.